എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് SCERT ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 15ാമത്തെ യൂണിറ്റ് ലായനികൾ. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. പിച്ചളയുടെ പ്രധാന ഘടകങ്ങൾ സിങ്കും ചെമ്പും. പിച്ചളയിലെ പ്രധാന ഘടകങ്ങളാണ് സിങ്കും ചെമ്പും. സോഡാവെള്ളത്തിലെ ഘടകങ്ങൾ കാർബൺ ഡയോക്സൈഡും ജലവുമാണ്. സോഡാവെള്ളത്തിലെ ഘടകങ്ങൾ കാർബൺ ഡയോക്സൈഡ്, ജലം. ജലീയ ലായനികളിലെ ലായകം ജലമാണ്. ജലീയ ലായനികളിലെ ലായകം ജലം. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഢത എന്ന് പറയുക. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ ഗാഢത എന്ന് പറയുക. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതറിയപ്പെടുന്നത് നേർത്ത ലായനി എന്നാണ്. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതറിയപ്പെടുന്നത് നേർത്ത ലായനി എന്നാണ്. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതറിയപ്പെടുന്നത് ഗാഢലായനി എന്നാണ്. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് അറിയപ്പെടുന്നത് ഗാഢലായനി എന്നാണ്. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെന്റേജ്. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെന്റേജ്. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെന്റേജ്. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെന്റേജ്. ലീനത്തിന്റെ മാസ്, ലായനിയുടെ മാസ്, ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 എന്നത് ഏതിന്റെ സമവാക്യമാണ് എന്ന് ചോദിച്ചാൽ മാസ് പെർസെന്റേജിന്റെ സമവാക്യമാണ്. ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 എന്നത് ഏതിന്റെ സമവാക്യമാണ് എന്ന് ചോദിച്ചാൽ മാസ് പെർസെന്റേജിന്റെ സമവാക്യമാണ്. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കി അതിലെത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിലെത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ അളവിലടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാർട്സ് പെർ മില്യൺ. വളരെ കുറഞ്ഞ അളവിലടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാർട്സ് പെർ മില്യൺ. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm ആണ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 പാർട്സ് പെർ മില്യൺ ആണ്. വോളിയം പെർസെന്റേജ്, മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി തുടങ്ങിയവ ലായനിയുടെ എന്തിനെ സൂചിപ്പിക്കുന്നു? ഗാഢതയെ സൂചിപ്പിക്കുന്നു. വോളിയം പെർസെന്റേജ്, മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി തുടങ്ങിയവ ലായനിയുടെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗാഢത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് നമ്മൾ പറയാറുള്ളത്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് നമ്മൾ പൂരിത ലായനി എന്ന് പറയുക. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനി അറിയപ്പെടുന്നത് അപൂരിത ലായനി എന്നാണ്. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനി അറിയപ്പെടുന്നത് അപൂരിത ലായനി എന്നാണ്. ഒരു നിശ്ചിത താപനിലയിലെ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവിനെ ആ ലായനിയുടെ എന്താണെന്ന് പറയാം? ലേയത്വമാണെന്ന് പറയാം. ഒരു താപനിലയിലെ 100 ഗ്രാം
ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവിനെ ആ ലായനിയുടെ എന്താണെന്ന് പറയാമെന്ന് ചോദിച്ചാല് ലേയത്വമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് നമ്മൾ പറയാറുള്ളത്. സുഗന്ധത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അലൈൽ ഹെക്സനോയേറ്റ്. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ സുഗന്ധത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അലൈൽ ഹെക്സനോയേറ്റ്. പതിക്കുന്ന പ്രകാശം ഒട്ടാകെ പ്രതിപദിപ്പിക്കുന്ന മിശ്രിതമാണ് സസ്പെൻഷൻ. പതിക്കുന്ന പ്രകാശം ഒട്ടാകെ പ്രതിപദിക്കുന്ന മിശ്രിതമാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. 41ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.